ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات കഴിഞ്ഞ ഖുതുബയിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങളും മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നതിൻ്റെ ഗൗരവവും സൂചിപ്പിച്ചുള്ള ഹദീസുകളും ആയത്തുകളുമാണ് നാം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നതിൻ്റെ ഗൗരവവും. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദിൽ കൊടുത്തിട്ടുള്ള അധ്യായങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ വിശദീകരിച്ചു വന്നിട്ടുള്ളത്. മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക എന്നുള്ളത് അത് എത്ര വലിയ കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അൻ അബീ ബക്രത റളിയല്ലാഹു അൻഹു, അബൂബക്ര റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ. അലാ എന്ന് പറഞ്ഞാൽ അറബിയിൽ ഇഫ്തിതാഹിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹർഫ് എന്ന് പറയും, ആരംഭിക്കാൻ വേണ്ടിയിട്ട്. അതൊരു തംബീഹിന് വേണ്ടിയാണ്. അതിനുശേഷം പറയാൻ പോകുന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണ്. അപ്പോൾ അതിലേക്കൊരു ഉണർത്തലിന് വേണ്ടി, അലാ നിങ്ങൾ അറിയണം, ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, വൻപാപങ്ങൾ, അക്ബറുൽ കബായിറുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? സലാസൻ, ഇത് 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചു. അപ്പൊ ഖാലു, സഹാബാക്കൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അതേ പറഞ്ഞു തന്നാലും. 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചു ചോദിച്ചു. അപ്പൊ ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, അൽ ഇശ്റാഖു ബില്ലാഹ്, ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റ് അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് വജലസ വകാന മുത്തകിഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് നേരെ ഇരുന്നു. വകാന മുത്തകിഅൻ, അദ്ദേഹം അങ്ങനെ ചാരിയിരുന്നാ പറയുന്നത്. അപ്പോൾ ഒന്ന് നേരെ ഇരുന്നു. എന്നിട്ട് നബി വീണ്ടും പറഞ്ഞു, അലാ, വീണ്ടും അവരെ ഗൗരവം ഉണർത്തുകയാണ്, അലാ നിങ്ങൾ അറിയണം, മൂന്നാമത്തെ കാര്യം വഖൗലുസ്സൂർ, അതായത് കളവ് പറയുക എന്നുള്ളതാണ്. മറ്റു റിപ്പോർട്ടുകളിൽ കളവിന് സാക്ഷി നിൽക്കുക എന്നുള്ളതും പറയുന്നതായി കാണാം. രണ്ടും വളരെ ഗുരുതരമായ തിന്മയാണ്. അത് ഇന്ന് സമൂഹത്തിൽ ധാരാളമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കളവ് പറയുക, കളവിന് സാക്ഷി പറയുക എന്നുള്ളതൊക്കെ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ഗുരുതരമായ തെറ്റായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എണ്ണിയിട്ടുള്ളത്. മാ സാല യുകർരിറുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഇങ്ങനെ ആവർത്തിച്ചു എന്നാ, വീണ്ടും ആവർത്തിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ സഹാബി പറയാ, ഹത്താ ഖുൽതു, ഞാൻ പറഞ്ഞുപോയി, ലൈതഹു സകത, നബി ഒന്ന് നിർത്തിയിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ
മടുപ്പോട് കൂടി പറയല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചിലപ്പോൾ ആളുകളുടെ ആവർത്തനം കേൾക്കുമ്പോൾ ഒന്ന് നിർത്തിയാൽ മതിയായിരുന്നു എന്ന് മടുപ്പോട് കൂടി പറയും. അങ്ങനെയല്ല, മറിച്ച് എന്താ അതിന് ശറഹിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അതിന് ഒരു ഇഷ്ഫാഖൻ അലൈ, അതിൻ്റെ ഗൗരവത്തിൻ്റെ പേടി കൊണ്ട്, പേടി കാരണത്താൽ നബി ഒന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് പേടി കൊണ്ട് അവർ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത് 3 തവണ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത് രണ്ടാമത്തേത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക എന്നുള്ളതാണ്. ഈ ആയത്തിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ല പറഞ്ഞത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ 3 തവണ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, വഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട്, ഇസ്തിഹ്ബാബു ഇആദത്തിൽ മൗഇദ സലാസൻ ലിതുഫഹമ, ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ ആവർത്തിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്, പുണ്യമുള്ള കാര്യമാണ്. ലിതുഫഹമ, ആ പറയുന്ന ആ കാര്യം, ആ മൗഇദത്ത് ആ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ല അദ്ദേഹത്തിന് അതിന്റെ ശറഹിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസിൽ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗുരുതരമായി വൻപാപമായി പഠിപ്പിച്ച ഒരു സംഭവം മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക എന്നുള്ളതാണ്. എന്തെല്ലാമാണ് ആ കാര്യങ്ങൾ? ഇമാം ബുഖാരി റഹ്മഹുല്ല ഹെഡിങ് സഹിതം ഓരോ ബാബായിട്ട് ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മാതാപിതാക്കളോട് ചെയ്യുന്ന ഗുരുതരമായ ആളുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമതായി അദ്ദേഹം പറയുന്നത് കാണാം, ഒരു ബാബായി അദ്ദേഹം എണ്ണിയിട്ടുണ്ട്, അതായത് മാതാപിതാക്കളെ ശപിക്കുന്നവനെ അല്ലാഹു സുബ്ഹാനഹു തആല ശപിച്ചിരിക്കുന്നു. മാതാപിതാക്കളെ ശപിക്കുന്നവനെ അല്ലാഹു സുബ്ഹാനഹു തആല ശപിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിശൈഇൻ ലം യഖുസ്സ ബിഹി الناس കാഫ. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് മുഴുവനായി പ്രത്യേകമാക്കാതെ, പ്രത്യേകമായി ഓരോട് മൊത്തത്തിൽ പറയാതെ താങ്കളോട് വല്ല കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേഴ്സണലായിട്ട് പ്രത്യേകമാക്കി പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അപ്പോ അലി റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, മാ ഖസ്സനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശൈഇൻ ലം യഖുസ്സ ബിഹി അന്നാസ്. ജനങ്ങളെ മൊത്തത്തിൽ പറയാതെ പ്രത്യേകമായി എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, എന്തല്ലാതെ ഇല്ലാ മാ ഫീ ഖിറാബി സൈഫി, ദാ എൻ്റെ ഈ വാളിന്റെ ഉറയിലുള്ള ഈ കാര്യമല്ലാതെ. എന്നിട്ട് അദ്ദേഹം സുമ്മ അഖ്റജ സഹീഫ, അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വാളിന്റെ ഉറയിൽ നിന്ന് ആ എഴുതിയ തുണ്ട് എടുക്കുകയാണ്, ആ കടലാസ് എടുക്കുകയാണ്. അങ്ങനെ ഫഇദാ ഫീഹി മക്തൂബുൻ, ആ കടലാസിൽ അതാ ചിലത് എഴുതപ്പെട്ടിട്ടുണ്ട്. എന്താ ആ കാര്യങ്ങൾ? അലി റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ആ കാര്യങ്ങൾ, ഒന്ന് ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിലല്ലാതെ അറുക്കുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. രണ്ടാമത് എന്താ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്? ലഅനല്ലാഹു മൻ സറഖ മനാറൽ അർദ്, ഭൂമിയുടെ അതിരുകളെ മോഷ്ടിക്കുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. നമുക്കറിയാം, ആളുകൾ മറ്റുള്ള അയൽവാസിയുമായിട്ട് അതിര് വെച്ചിട്ടുണ്ടാവും, ഇന്നതുവരെ നമ്മുടെ പരിധി, ആ പരിധി അവൻ അറിയാതെ മാറ്റി അല്ലെങ്കിൽ അവന്റെ ആ സ്ഥലം കൈക്കലാക്കാനുള്ള കള്ളം മോഷണം ശ്രമം നടത്തുക, അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചു. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത് ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, മാതാപിതാക്കളെ ശപിച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ മാതാപിതാക്കളെ ശപിക്കുക എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അതിന്റെ ശറഹിൽ പറഞ്ഞത് കാണാം, 2 നിലക്കാണ്. ഒന്ന് അവരെ ലഅനഹുമ ലഅനൻ സ്വരീഹ, വ്യക്തമായ രീതിയിൽ തന്നെ ചില ആളുകൾ പടുജാഹിലീങ്ങളൊക്കെ സ്വന്തം ഉമ്മാനി വാപ്പാനി ശപിക്കും, നേരിട്ട് തന്നെ ആ രൂപത്തിലുള്ള വാക്കുകൾ പറയുന്നവരുണ്ട്. രണ്ടാമത് ഔ തസബ്ബബ, അല്ലെങ്കിൽ മാതാപിതാക്കളെ
ശപിക്കാനുള്ള ഒരു കാരണം ഇവനായിത്തീരുക, മകനായിത്തീരുക. അതെങ്ങനെ? ബി അൻ ലഅന വാലിദ അഹദിൻ, ഇവൻ മറ്റൊരു ആളുടെ വാപ്പാൻ എന്ത് ചെയ്യും? ശപിക്കും. മറ്റുള്ള ഒരാളുടെ വാപ്പാനെ ശപിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും ഫയസുബ്ബു വാലിദ, ആ മനുഷ്യൻ തിരിച്ച് ഇവന്റെ വാപ്പാനെയും ചീത്ത പറയും. അപ്പോ സ്വന്തം വാപ്പാനെ ചീത്ത പറയാൻ ഒരു കാരണക്കാരനായി മാറി. അപ്പൊ ഈ രണ്ട് നിലക്കുമുള്ളവരും അല്ലാഹു സുബ്ഹാനഹു തആല ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നിട്ട് അതിന്റെ അദ്ദേഹത്തിന് കൊടുത്ത കഷ്ണത്തിലുള്ള അവസാനമുള്ളത് ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസൻ, ബിദ്അത്തിന്റെ ആളുകൾക്ക്, ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയ ആളുകൾക്ക് അഭയം നൽകുന്നവനെയും അല്ലാഹു സുബ്ഹാനഹു തആല ശപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോ അള്ളാഹുവിന്റെ ശാപമുള്ളൊരു കാര്യമാണ് മാതാപിതാക്കളെ ശപിക്കുക. അല്ലെ മാതാപിതാക്കളെ ശപിക്കാൻ ഒരു കാരണം സ്വന്തം മക്കളായി തീരുക എന്നുള്ളതും അള്ളാഹുവിന്റെ ശാപം ലഭിക്കാനുള്ള ഒരു കാരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി തരുന്നുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കരുത്, അവരെ എത്രത്തോളം കൈകാര്യം ചെയ്യണമെന്നുള്ളതിന്റെ കാര്യം ചില ഹദീസുകൾ നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇമാം ബുഖാരി റഹ്മഹുല്ല പറഞ്ഞത്, യബറു വാലിദൈഹി മാ ലം യകുൻ മഅസിയ്യ എന്നൊരു ബാബ് അദ്ദേഹം കൊടുത്തു. അഥവാ തിന്മയിലല്ലാത്ത, നമ്മൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക, അത് തിന്മയല്ലാത്ത കാലത്തോളം അവർക്ക് നമ്മൾ തിന്മയുടെ കാര്യത്തിൽ ഒരിക്കലും അവരെ സഹകരിക്കാൻ പാടില്ല. തിന്മയുടെ കാര്യത്തിൽ അവരോട് സഹകരിക്കാൻ പാടില്ല. എന്നാൽ ബാക്കിയുള്ള എല്ലാ വിഷയത്തിലും അവർ അനുസരിക്കൽ വുജൂബാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തൊരു ഹദീസ് കാണാം. അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാ, ഖാല ഔസാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിതിസ്ഇൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 കാര്യങ്ങൾ എനിക്ക് വസിയത്തായിട്ട് നൽകി. അത് ഓരോന്നായി അദ്ദേഹം എണ്ണി പറയുകയാണ്. 1, ലാ തുശ്രിക് ബില്ലാഹി ഷൈആ, നീ അല്ലാഹു സുബ്ഹാനഹു തആലയിൽ പങ്കു ചേർക്കരുത്. വഇൻ ഖുത്തിഅത ഔ ഹുർരിഖത, ഖുത്തിഅ ഹുർരിക എന്ന് പറഞ്ഞ അറബിയിൽ ആ ബാബ് ഹറക ഫഅല എന്നുള്ള ഒരു ബാബ് ഉപയോഗിക്കുക, അതൊരു തക്സീറിന്റെ മാനാക്ക് ധാരാളമാവുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞത് ഖുത്തിഅത, നീ ധാരാളം കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിക്കപ്പെട്ടാലും, ഔ ഹുർരിഖത, നിന്നെ ഇങ്ങനെ തീയിട്ട് കരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നീ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്. അത് ഈമാനിന്റെ പൂർണ്ണതയാണ്. ഇനി ഒരാൾ അങ്ങനെ നിർബന്ധിതനായാൽ മനസ്സിൽ ഒരു തുള്ളി പോലും തൃപ്തിയില്ലാതെ, ഒരു അണുത്തൂക്കം പോലും തൃപ്തിയില്ലാതെ കുഫറിന്റെ വാക്കുകൾ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നും ഹദീസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തന്ന കാര്യമാണ്. ഒരു ഈമാൻ പൂർണ്ണമായ മനുഷ്യൻ ഈ രീതിയിൽ ചെയ്താൽ അവൻ വലിയ സൗഭാഗ്യവാനാണ്. അതാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, വലാ തത്റുകന്ന സ്വലാത്തൽ മക്തൂബത മുതഅമ്മിദ, നീ മനഃപൂർവ്വം നമസ്കാരം ഒഴിവാക്കരുത്, മനഃപൂർവ്വം നീ നമസ്കാരം ഉപേക്ഷിക്കരുത്. വമൻ തറകഹ, ആരെങ്കിലും മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ചാൽ, വമൻ തറകഹ മുതഅമ്മിദൻ ബരിഅത് മിൻഹു ദിമ്മ, അവനിൽ നിന്നും അല്ലാഹുവിന്റെ സംരക്ഷണം ഇല്ലാതായി പോകും. എന്താണ് അല്ലാഹുവിന്റെ സംരക്ഷണം? ഇമാം ഇബ്നുൽ അസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഗരീബ് എന്ന കിതാബിൽ അദ്ദേഹം അതിന്റെ മാന അർത്ഥം പറഞ്ഞത് കാണാം. അന്നിഹായ ഫി ഗരീബിൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ന ലികുല്ലി അഹദിൻ മിനല്ലാഹി അഹ്ദൻ ബിൽ ഹഫ്ദി വൽ കലാഅ, തീർച്ചയായും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്നൊരു സംരക്ഷണമുണ്ട് എന്നുള്ളൊരു കരാറുണ്ട്. ഫഇദാ അൽഖാ ബിയദിഹി ഇല തഹ്ലുക, ആരെങ്കിലും തന്റെ കൈകൾ കൊണ്ട് നാശത്തിലേക്ക് ഇട്ടാൽ, തന്റെ കൈകൾ ആരെങ്കിലും നാശത്തിലേക്ക് കൊണ്ടിട്ടാൽ, ഔ ഫഅല മാ ഹുർരിമ അലൈഹി, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഹറാമാക്കി ഒന്നവൻ പ്രവർത്തിച്ചാൽ, ഔ ഖാലഫ മാ ഉമിറ ബിഹി, അല്ലാഹു അവനോട് കൽപ്പിച്ചതിനെതിരെ പ്രവർത്തിച്ചാൽ, ഖദലതുഹു ദിമ്മതുഹു, അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഖദലതുഹു ദിമ്മത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സംരക്ഷണം അവനിൽ നിന്നും കൈവടിഞ്ഞു പോകും, ഇല്ലാതായി പോകുമെന്നാണ്. അപ്പൊ അല്ലാഹുവിന്റെ സംരക്ഷണം ഇല്ലെങ്കിൽ അവർ തീരാ നഷ്ടക്കാരായിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനഃപൂർവ്വം ഒരാൾ നമസ്കാരം ഉപേക്ഷിച്ചാൽ അല്ലാഹുവിന്റെ സംരക്ഷണം അവനിൽ നിന്നും ഇല്ലാതായി പോകുമെന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, വലാ തശ്റബന്നൽ ഖംറ, തീർച്ചയായും നീ കള്ളു കുടിക്കരുത്. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർ, എല്ലാ തിന്മയുടെയും താക്കോലാണ്
കള്ള് എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ സൂചിപ്പിച്ചത് അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, തിന്മകളുടെ ഉമ്മയാണ് കള്ള് എന്ന്. ഇമാം മുല്ല അലി ഉൽ ഖാരി റഹ്മഹുല്ലാ മിഷ്കാത്തിന്റെ ശറഹിൽ അദ്ദേഹത്തിന്റെ മിർഖാത്ത് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം അതിലെടുത്ത് ഉദ്ധരിക്കപ്പെടുന്നത് കാണാം. ഒരു മനുഷ്യൻ ആ മനുഷ്യനോട് ബിംബത്തെ ആരാധിക്കാൻ വേണ്ടി ക്ഷണിച്ചു. പക്ഷെ അദ്ദേഹം അത് നിരസിച്ചു. അങ്ങനെ അവനോട് ഒരാളെ കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചു. അതും അവൻ നിരസിച്ചു. അതും അവന് കൂട്ടാക്കിയില്ല. പിന്നീട് മൂന്നാമതായി അവനെ വ്യഭിചരിക്കാൻ വേണ്ടി വിളിച്ചു. അതും അവന് കൂട്ടാക്കിയില്ല. നാലാമതായി അവനെ കള്ളു കുടിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ കള്ളു കുടിക്കാൻ വേണ്ടി അവൻ ചെന്നു. അങ്ങനെ അവൻ മദ്യപിച്ചതിന് ശേഷം ഈ പറഞ്ഞ 3 കാര്യങ്ങൾ അവൻ ചെയ്തു എന്നാണ്. അപ്പോൾ സ്വയബോധമല്ല. അപ്പൊ മുമ്പ് അവൻ നിരാകരിച്ച വ്യഭിചാരം, കൊല, അതുപോലെ തന്നെ ബിംബാരാധന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കള്ളു കുടിച്ചത് മൂലം അവൻ ചെയ്തു പോയി. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കള്ളു കുടിക്കുക എന്നുള്ളത് എല്ലാ തിന്മയുടെയും മിഫ്താഹ്, താക്കോലാണെന്നുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വഅതി വാലിദൈക, നിന്റെ മാതാപിതാക്കളെ നീ അനുസരിക്കുക എന്ന്. വഇൻ അമറാക അൻ തഖ്റുജ മിൻ ദുനിയാക, അവർ നിന്റെ ദുനിയാവിൽ നിന്ന് നിന്നോട് പുറത്തു പോവാൻ വേണ്ടി കൽപ്പിച്ചാലും ഫഖ്റുജ് ലഹുമാ, അവർക്ക് വേണ്ടി നീ പോകണമെന്ന. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് തിന്മയിലല്ലാത്ത കാലത്തോളം തിന്മയ്ക്ക് വേണ്ടി പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കരുത്. അതല്ലാത്തൊരു കാര്യത്തിന് പറഞ്ഞാൽ ആ മാതാപിതാക്കൾ അനുസരിക്കൽ നിർബന്ധമാണ് എന്നാണ്. ഒരു പക്ഷേ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയായിരിക്കും, വല്ല തുച്ഛമായ എന്തെങ്കിലും കാശ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഉമ്മയും വാപ്പയും പറഞ്ഞു നീ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു. അവർക്ക് ഇഷ്ടമില്ല എങ്കിൽ അത് ഒഴിവാക്കലാണ് ഏറ്റവും ഖൈർ. മാതാപിതാക്കളുടെ റിദ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളത് ഒഴിവാക്കുക. അതാണ് ഈ ഹദീസിലൂടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി പറഞ്ഞു വലാ തുനാസിഅന്ന ഉലാത്തൽ അം, ഭരണാധികാരികളോട് നീ തർക്കിക്കരുത്. വഇൻ റഅയ്ത അന്നക അൻത, നിന്റെ ഭാഗത്താണ് സത്യമെങ്കിലും ശരി, എന്തെങ്കിലും ഭരണാധികാരികളെ മുസ്ലിം ഭരണാധികാരിയുടെ അടുക്കൽ ചെറിയ എന്തെങ്കിലും ഒരു തിന്മ കണ്ടാൽ അത് പറഞ്ഞു കൊടുക്കുന്ന ഇസ്ലാമിക രീതിയുണ്ട്. അതല്ലാതെ പബ്ലിക്കായിട്ട് അവർക്കെതിരെ ഇറങ്ങി പുറപ്പെടുകയോ അല്ലെങ്കിൽ അവരോട് തർക്കിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിക രീതിയല്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വലാ തഫ്രിർ മിനസ്സഹ്, പടയിൽ നിന്ന് യുദ്ധക്കളത്തിൽ നിന്ന് നീ പിന്തിരിഞ്ഞു പോകരുത്. വഇൻ ഹലക്ത, നീ മരിക്കുകയാണെങ്കിലും ശരി. വഫറ അസ്ഹാബുക, നിന്റെ കൂടെയുള്ളവർ ഓടിപ്പോയാലും ശരി. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചല്ലോ, 2 മനുഷ്യരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല അത്ഭുതപ്പെടും. ഒരു മനുഷ്യനാരാ, തന്റെ കൂടെയുള്ളവരൊക്കെ അവർ ഇങ്ങനെ തകർച്ചയിലാണ്, അങ്ങനെ താൻ മരിക്കുമെന്ന് കരുതിയിട്ടും പോരാടുന്ന ആളെ അവനെ ചൂണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് പറയും നോക്ക് എൻ്റെ അടിമയിലേക്ക്, എൻ്റെ അടുത്തുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവൻ പോരാടുകയാണ് എന്ന് പറഞ്ഞ് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു കൊടുക്കുമെന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വസിയത്തുകളിൽ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ അതിനെ ബാക്കി പറയുന്നത് കാണാം വഅൻഫിഖ് മിൻ തൗലിക അലാ അഹ്ലിക, നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് നീ നിന്റെ കുടുംബത്തിന് നീ ഭക്ഷിപ്പിക്കുക, ചെലവഴിക്കുക. വലാ തർഫ അസാകൻ അഹ്ലിക, നിന്റെ അഹ്ലിനെ തൊട്ട് നീ ഒരിക്കലും നിന്റെ വടി നീ ഉയർത്തരുത്, അവരടിക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഹദീസിന്റെ ഷറഹിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത നിലയ്ക്ക് പറഞ്ഞത് കാണാം. നിരന്തരം അടിക്കരുത്, എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുക, ആ പരിപാടി പാടില്ല. അതല്ലെങ്കിൽ നീ അവരെ എപ്പോഴും അദബിന് മര്യാദ പഠിപ്പിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതിനു വേണ്ടി ഒരു കിനായത്ത് ആലങ്കാരികമായി ഉപയോഗിച്ചൊരു രൂപമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അവസാനമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വഅഖിഫ്ഹും ഫില്ലാഹി അസ്സ വജല്ല, ആ നിന്റെ കുടുംബത്തിൽ അല്ലാഹുവെ കുറിച്ചുള്ള പേടി നിന്റെ കുടുംബത്തിലും മക്കളിലും ഭാര്യമാരിലും പിതാക്കന്മാരിലും ഉമ്മമാരിലും നീ ഉണ്ടാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസ് വലിയൊരു ഹദീസാണ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യം എന്താ? മാതാപിതാക്കളെ നീ അനുസരിക്കണം. നിന്നോട് ദുനിയാവിന്റെ കാര്യത്തിൽ ഇന്ന കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ പോലും അവരുടെ വാക്ക് നീ ആ വിഷയത്തിൽ കേൾക്കണം. അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി വന്നല്ലോ, യുരീദുൽ ജിഹാദ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത് എന്താ? അഹയ്യുൻ വാലിദാക, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഫഖാല നഅം, അതെ ഉണ്ട്.
ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഫീഹിമാ ഫജാഹിദ്, നീ അവരുടെ അടുക്കലേക്ക് പോവുക, എന്നിട്ട് നീ ജിഹാദ് ചെയ്തോന്നാ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് ചോദിച്ചു വന്നിട്ടും ഉമ്മയും വാപ്പയും ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മടക്കി അയച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ ചെയ്യേണ്ടതിന്റെ ഗൗരവം എത്രയാണ്? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം അൻ-നവവി റഹ്മഹുല്ലാഹ് വിശദീകരിച്ചത് കാണാം. വഹാദാ കുല്ലുഹു ദലീലുൻ ലിഉസ്മി ഫളീലത്തി ബിർരിഹിമാ. ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ? മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നതിന്റെ ഫضലിന്റെ മഹത്വമാണ്. വഅന്നഹു ആകദു മിനൽ ജിഹാദ്, ജിഹാദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തിയായ കാര്യം അതാണ്. വഫീഹി, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഹുജ്ജത്തുൻ ലിമാ ഖാലഹുൽ ഉലമാ, ഉലമാക്കൾ പറഞ്ഞ കാര്യത്തിന് അതൊരു തെളിവുമുണ്ട്. അതെന്താ? ലാ യജൂസുൽ ജിഹാദു ഇല്ലാ ബിഇസ്നിഹിമാ. നമ്മൾ മുമ്പ് കഴിഞ്ഞ ഖുത്ബയിൽ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു, മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ജിഹാദിന് പോകൽ അനുവദനീയമല്ല എന്ന് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. ഇദാ കാന മുസ്ലിമൈനി, ഒരു ഷർത്തുണ്ട്, ആ മാതാപിതാക്കൾ മുസ്ലിം ആയിരിക്കണമെന്ന. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് വിശദീകരിച്ചത് കാണാം. യുഹറമുൽ ജിഹാദു, ജിഹാദ് നിഷിദ്ധമാക്കപ്പെടും, ഇദാ മനഅൽ അബവാനി ഔ അഹദുഹുമാ, വാപ്പ ഉമ്മയോ അല്ലെങ്കിൽ അവരിൽ ഒരാളോ ജിഹാദിന് പോകുന്നതിനെ തടഞ്ഞാൽ പിന്നെ ജിഹാദ് അവന്റെ മേൽ നിഷിദ്ധമാകുന്നു. ബിശർത്തി, ഒരു നിബന്ധന ഉണ്ട്, യകൂന മുസ്ലിമൈൻ, അവർ മുസ്ലിം ആകണമെന്ന. അപ്പൊ മുസ്ലിമായ ഒരു ഉമ്മയും വാപ്പയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പോകുന്നതിന് പോലും പോകരുത് എന്ന് പറഞ്ഞ അതനുസരിക്കണമെന്ന് വുജൂബാണെങ്കിൽ, നമ്മൾ ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി ഉമ്മയും ഉപ്പയും ഒരു കാര്യം പറയുമ്പോൾ അത് നമ്മൾ അനുസരിക്കണോ വേണ്ടേ എന്ന് നമുക്ക് ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും. നമ്മൾ ദുനിയാവിന്റെ വല്ല ലാഭത്തിനും പോവുകയാണ്, ഉമ്മയും വാപ്പക്കും അതും ഇഷ്ടമില്ല, നീ അതിന് പോകണ്ട എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കണം. കാരണം ജിഹാദിനേക്കാളും വലുതല്ലോ അത്. ജിഹാദിന് പോലും വാപ്പയും ഉമ്മയും തടഞ്ഞാൽ പോവാൻ പാടില്ല എന്ന്. അപ്പൊ അത്രക്കും ഗൗരവമുള്ള വിഷയമാണ് മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളതും അവർക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഒരു കാര്യം പറയാൻ പാടില്ല എന്നതിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച പദം എന്താ? വലാ തഖുൽ ലഹുമ ഉഫിൻ. ഉഫിൻ എന്നൊരു വാക്ക് എന്ന് പറഞ്ഞാൽ അത് മോശമായി പറയുന്ന വാക്കിൽ ഏറ്റവും താഴെയുള്ള ഒരു സംഭവം. നമ്മൾ വളരെ നിസ്സാരമായി ഇച്ഛെന്ന് പറയല്ലോ, അതുപോലും അവരോട് പറയരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ വിശദീകരണത്തിൽ ഇമാം ബഗവി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. ഖാല മുജാഹിദ്, ഇമാം മുജാഹിദ് റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ തെളിവുണ്ട്. ഇദാ ബലഗാ ഇൻദക മിനൽ കിബ്രി മാ യബൂലാനി, നിന്റെ മാതാപിതാക്കൾ പ്രായത്താൽ നിന്റെ അടുക്കലാണ്, അവർക്ക് സ്വയം ചിലപ്പോൾ മലമൂത്ര വിസർജനം നടത്താൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ നീ സഹായിക്കേണ്ടി വരും, ചിലപ്പോൾ നീ ശുദ്ധീകരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരവസ്ഥ എത്തിയാൽ ഫലാ തതകദ്ദർഹുമാ, അവരുടെ ആ വിഷയത്തിൽ നീ അറുപ്പ് തോന്നാൻ പാടില്ല. വലാ തഖുൽ ലഹുമാ ഉഫിൻ, ഇതൊക്കെ കണ്ടിട്ട് അവിടെ കൊണ്ടുപോകുക മൂത്രമൊഴിച്ചു പോയി, അപ്പോ അങ്ങനെ ഒരു വാക്ക് പോലും നീ പറയരുത്. ഹീന തഹൂതു അൻഹുമൽ ഖലാല വൽ ബൗല, അവരെ തൊട്ട് നീ ആ മലമൂത്ര വിസർജനം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്നൊരു വാക്ക് പോലും നീ പറഞ്ഞു പോകരുത്. കമാ കാന യുമീതാനിഹി ഇൻദഹു ഇൻദ അൻക സഗീറ, ഇതുപോലെ കമാ കാന യുമീതാനിഹി അൻക സഗീറ, ചെറുപ്പത്തിൽ നിന്റെ മലമൂത്ര വിസർജനമൊക്കെ ഒരു മടിയുമില്ലാതെ അവർ വൃത്തിയാക്കി തന്നതുപോലെ നീ അവരുടെ വാർദ്ധക്യത്തിൽ അവരോട് നീ പെരുമാറണം. എന്ന ഒരു അറുപ്പിന്റെ ചെറിയ വാക്ക് പോലും നീ അവരോട് പറയരുത് എന്ന് ഇമാം മുജാഹിദ് റഹ്മഹുല്ലാഹ് അതിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. മാത്രമല്ല സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയോട് അല്ലാഹുവിനോട് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണല്ലോ ശിർക്ക്. ആ ശിർക്ക് ചെയ്യുന്ന ഉമ്മയും വാപ്പയും ആണെങ്കിൽ പോലും ദുനിയാവിൽ അവരോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം ചെയ്യുന്നവരായാൽ പോലും ദുനിയാവിൽ നിങ്ങൾ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളത്. അവരോട് നിങ്ങൾ മഅറൂഫ ഫിദ്ദുനിയ മസ്ഹൂബൻ മഅറൂഫ എന്നാണ്. അവരൊരു മൻസൂഫ് എന്ന അറബി പറയും, അത് കളഞ്ഞു പോയതാ. ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ അവരോട് പെരുമാറണം, മുസാഹബത്ത് ഉണ്ടാവണം. ഇമാം ബഗവി റഹ്മഹുല്ലാഹ് അതിന്റെ തഫ്സീറിൽ പറഞ്ഞത് എന്താ?
ആ മഅറൂഫ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ ഹുവൽ ബിർറു, അതവർക്ക് പുണ്യം ചെയ്യലാണ്. വസ്സില, അവരോട് ബന്ധം ചേർക്കലാണ്. വൽ ഐശ്റത്തുൽ ജമീല, നല്ല സഹവാസം അവരോട് ഉണ്ടായിരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്ത് ഇറങ്ങാൻ ഒരു കാര്യം, അതിനൊരു നുസൂൽ, ഒരു സബബുണ്ട്. സ്വഹീഹായ ഹദീസിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്നത് കാണാം. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നസലത് ഫിയ 4 ആയാത്ത് മിൻ കിതാബില്ലാഹ്, എൻ്റെ വിഷയത്തിൽ 4 ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്നെന്താ, കാനത്ത് ഉമ്മി ഹലഫത്ത്, അദ്ദേഹം മുസ്ലിമായി, പക്ഷെ ഉമ്മ മുസ്ലിമായിട്ടില്ല. എൻ്റെ ഉമ്മ സത്യം ചെയ്തു, അല്ലാ തഅകുല വലാ തശ്റബ, ഞാൻ തിന്നുകയുമില്ല കുടിക്കുകയുമില്ല, ഹത്താ ഉഫാരിഖ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ ഒഴിവാക്കുന്നത്, മുഹമ്മദിനോട് നീ വേർപിരിയുന്നത് വരെ എന്ന് തൻ്റെ ഉമ്മ പറഞ്ഞു. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിറക്കിയെന്ന വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം, നിനക്കൊരു അറിവുമില്ലാത്ത വിഷയത്തിൽ അല്ലാഹുവോട് എന്നോട് പങ്കു ചേർക്കാൻ വേണ്ടി അവർ നിന്നോട് കൽപ്പിച്ചാൽ പറഞ്ഞാൽ ഫലാ തുതിഅഹുമാ, അപ്പം നീ അവരെ അനുസരിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞു. വസാഹിബുഹുമാ ഫിദ് ദുനിയ മഅറൂഫാ, ദുനിയാവിൽ നീ അവരോട് നല്ല നിലയ്ക്ക് നല്ല ബന്ധങ്ങളും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നീ ചെയ്തു കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരെ, മറ്റൊരു ഹദീസിൽ കാണാം, അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ അദ്ദേഹം പറയുകയാണ്, ഖാലത് അതത്നി ഉമ്മി റാഗിബ, അസ്മാ ബിൻത് റളിയല്ലാഹു അൻഹ പറയുകയാണ്, എൻ്റെ അടുക്കൽ എൻ്റെ ഉമ്മ മുസ്ലിമായിട്ടില്ല, ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. ഫി അഹ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഫസഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ല നബിയെ അസ്ലുഹ, എനിക്ക് ബന്ധം, ആ സീലത്ത് ബന്ധം ചേർക്കാൻ പറ്റുമോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം, നീ അത് ചെയ്യണമെന്നാണ്. ഖാല ഇബ്നു ഉയൈന റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഫഅൻസല അല്ലാഹു അസ്സ വജല്ല ഫീഹാ, ഈ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്ത് ഇറക്കിയതെന്നാണ്. ഏതായത്ത്? ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, ദീനിൽ നിങ്ങളോട്, ദീനിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് നന്മ ചെയ്യുന്നതിന്, അവരോട് ബന്ധം സ്ഥാപിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല വിരോധിക്കുന്നില്ല എന്ന ആയത്ത് ഈ വിഷയത്തിലാണ് ഇറങ്ങിയതെന്ന് ഇബ്നു ഉയൈന റഹ്മഹുല്ലാ പറയുന്നതായിട്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അദ്ബുൽ മുഫ്രദിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മറ്റൊരു ഉദാഹരണം നമുക്ക് കാണാം. ഉമ്മയും ഉപ്പയും കാഫറാണെങ്കിൽ പോലും, ഇനി അടുത്ത കുടുംബക്കാരാണെങ്കിൽ പോലും അവരുമായിട്ട് അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ കൊടുക്കുക, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല. അതിനൊരു ഉദാഹരണം സ്വഹീഹായ ഹദീസിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഅ ഉമർ റളിയല്ലാഹു അൻഹു, എൻ്റെ ഉപ്പയായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടു. ഹുല്ലതൻ, എൻ്റെ ഉപ്പയായ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഅ ഉമർ റളിയല്ലാഹു അൻഹു ഹുല്ലതൻ സിറാഅ തുബഉ, എൻ്റെ വാപ്പ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ ഒരു പട്ട് കലർന്ന വരയുള്ള വസ്ത്രം വിൽക്കപ്പെടുന്നത് കണ്ടു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇബ്തഅ ഹാദിഹി, നിങ്ങൾക്ക് ഇത് വാങ്ങിക്കൂടെ? ഫൽബസ്ഹാ യൗമൽ ജുമുഅ, എന്നിട്ട് നിങ്ങൾക്ക് ഇത് ജുമുഅ ദിവസം ധരിച്ചുകൂടെ? അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇദാ ജാഅകൽ വുഫൂദു, വലിയ വലിയ സംഘങ്ങളൊക്കെ വരുമ്പോൾ, പ്രതിനിധികളൊക്കെ വരുമ്പോൾ നിങ്ങൾക്കിത് ധരിക്കാലോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമാ യൽബസു ഹാദിഹി മൻ ലാ ഖലാഖ ലഹു, ഇതൊരു മൻ ലാ ഖലാഖ ലഹു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോവാത്തവനെ സംബന്ധിച്ചുള്ള അതൊരു കിനായത്തൊരു പ്രയോഗമാണ്. അങ്ങനെയുള്ള ആളുകൾ അഥവാ മുസ്ലിമുകളല്ലാത്ത ആളുകൾ ധരിക്കുന്ന ഡ്രസ്സാണ്. കാരണം അതിൽ കൂടുതലും പട്ട് കലർന്നതാണ്, അല്ലെങ്കിൽ മുഴുവനും പട്ടുള്ളതായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു പിന്നീട് ഒരിക്കൽ ഫഉതിയ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻഹാ ബിഹുലൽ, ഒരിക്കൽ അങ്ങനെ നബിന്റെ അടുക്കൽ അതിൽ നിന്ന് കുറച്ച് വസ്ത്രം കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅർസല ഇലാ ഉമർ ബിഹുല്ല, ആ വസ്ത്രവുമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കൈഫ അൽബസുഹാ വഖദ് ഖുൽത ഫീഹാ മാ ഖുൽത, എങ്ങനെയാണ് ഇത് ധരിക്കുക?
നബിയെ താങ്കൾ ഇതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ, ഇതെന്ന ആളുകളാണ് ധരിക്കുക എന്നൊക്കെ പറഞ്ഞതല്ലേ, പിന്നെ എങ്ങനെയാണ് ഞാനിത് ധരിക്കുക എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നി ലം ഉഅതികഹ ലിതൽബസഹ, ഈ വസ്ത്രം ഞാൻ നിനക്ക് നൽകിയത് ഇത് നിനക്ക് വേണ്ടി, നിനക്ക് ധരിക്കാൻ വേണ്ടി നൽകിയതല്ല, മറിച്ച് ഇത് നീ എന്ത് ചെയ്തോ, വലാകിൻ തബിഅഹ ഔ തക്സുഹ, അത് നീ ഒന്നുകിൽ വിറ്റോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നീ ധരിപ്പിച്ചോ എന്നാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഫഅർസല ബിഹാ ഉമറു ഇലാ അഖില്ലഹു മിൻ അഹ്ലി മക്ക, മക്കയിലുണ്ടായിരുന്ന മുസ്ലിം അല്ലാത്ത അദ്ദേഹത്തിന്റെ സഹോദരന് ആ വസ്ത്രം അദ്ദേഹം അയച്ചു എന്നാണ്. ഖബ്ല അൻ യുസ്ലിമ, കണ്ട, ആ സഹോദരൻ മുസ്ലിം ആകുന്നതിന് മുമ്പേ തന്റെ സഹോദരന് വേണ്ടി ആ വസ്ത്രം അദ്ദേഹം അയച്ചു കൊടുത്തു എന്നാണ്. അതുകൊണ്ട് ആ പണ്ഡിതന്മാർ പറഞ്ഞത്, ഉപ്പ ഉമ്മ അടുത്ത ബന്ധുക്കൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ഇങ്ങനെ ബന്ധം ചേർക്കുന്നത് കൊണ്ട് ബന്ധം ചേർക്കുകയാണ് വേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ വസ്ത്രങ്ങൾ കൊടുത്തൊരു ഉദാഹരണം തന്നെയാണ് ഈ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതായാലും മാതാപിതാക്കൾ കാഫിറായാൽ പോലും ഇസ്ലാം അവരോട് നിൽക്കേണ്ട ഒരു രൂപമുണ്ട്. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്, വസ്വാഹിബുഹുമാ ഫിദ് ദുനിയ മഅറൂഫ എന്നുള്ളത്. അപ്പോൾ മാതാപിതാക്കളോട് എത്രത്തോളം നന്നായി പെരുമാറണമെന്നുള്ളത് ഈ ഹദീസിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥത്തിൽ ഒരു ഹെഡിങ് ആയി തന്നെ കൊടുത്തിട്ടുണ്ട്, ബാബു ലാ യസ്തഗ്ഫിറു ലി അബീഹിൽ മുശ്രിക്. മുശ്രിക്കായ ഉമ്മയും വാപ്പയുമാണെങ്കിൽ ഇതൊക്കെ ചെയ്യാം, എന്നാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പ്രാർത്ഥന അത് നടത്താൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം അതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിലെ 24-ാമത്തെ വചനം ആദ്യ സന്ദർഭത്തിൽ അല്ലാഹു പറഞ്ഞു, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, ചെറുപ്പത്തിൽ എന്നെ അവൾ വളർത്തിയതുപോലെ അല്ലാഹുവേ അവർക്ക് നീ റഹ്മത്ത് കാണിക്കണമേ എന്ന് പറയാമായിരുന്നു. അത് മുസ്ലിമായാലും ശരി കാഫിറായാലും ശരി ആദ്യ സന്ദർഭത്തിൽ പറയാമായിരുന്നു. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫനസഖത്ഹൽ ആയതു ഫീ ബറാഅ, സൂറത്തു തൗബയിലെ 113-ാമത്തെ ആയത്ത് ഇറങ്ങിയതോടുകൂടി ആ നിയമം അത് ആ ആയത്ത് കൊണ്ട് ദുർബലപ്പെടുത്തി. ഏതാ ആയത്ത്? മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു, നബിക്കോ സത്യവിശ്വാസികൾക്കോ അയസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീന വലൗ കാനൂ ലിൽ ഖുർബ എന്ന ആയത്ത്. മുശ്രിക്കുകൾക്ക് വേണ്ടി, അത് നബിക്കായാലും ശരി വിശ്വാസികൾക്കായാലും ശരി, മുശ്രിക്കുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ പാടില്ല. വലൗ കാനൂ ലിൽ ഖുർബ, അതേവർ എത്ര അടുത്തവരായാലും ശരി, വാപ്പയായാലും ശരി ഉമ്മയായാലും ശരി, അത് പാടില്ല എന്ന് ഈ ആയത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല മുമ്പുണ്ടായിരുന്ന വിധി ദുർബലപ്പെടുത്തി. അതുകൊണ്ട് തന്നെ കാഫിറായ മുശ്രിക്കായ ഒരു ഉമ്മ വാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കൽ അത് അനുവദനീയമല്ലാത്ത കാര്യമാണ്. അത് ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സംഭവിക്കുന്ന വലിയൊരു ഗുരുതരമായ ആളുകൾ സംഭവിക്കുന്ന ഒരു വീഴ്ചയാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ല പറഞ്ഞു, ബാബുല യസുബ്ബു വാലിദൈ, മാതാപിതാക്കളെ ചീത്ത പറയാൻ പാടില്ല എന്നൊരു ബാബിൽ അദ്ദേഹം പറയുന്നത് കാണാം. ഇത് പലരിലും സംഭവിക്കുന്ന ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മിനൽ കബായിർ, വൻ പാപങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് അയസ്തിമർ റജുലു വാലിദൈ, നേരത്തെ സൂചിപ്പിച്ചതിന് ചെറിയ ഒരു ബാക്കിയായിട്ട്, അഥവാ മാതാപിതാക്കളെ ഒരു മനുഷ്യൻ ചീത്ത പറയുക എന്നുള്ളത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ സഹാബാക്കൾക്ക് അത്ഭുതമായി. ഫഖാലു കൈഫ യസ്തിമു, സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയേ. ഇന്ന് ചീത്ത പറയലിനപ്പുറം കൊല്ലൽ വരെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വന്തം മാതാപിതാക്കളെ ധനത്തിനും സമ്പത്തിനും വേണ്ടിയിട്ട് കൊല്ലുന്ന ഒരു സമൂഹമാണ് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എങ്ങനെ ചീത്ത പറയൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, ഖാല യസ്തിമുർ റജുല, ഈ മനുഷ്യൻ ഒരു മനുഷ്യനെ ചീത്ത പറയും. അപ്പോ ഫയസ്തിമു അബാഹു വ ഉമ്മ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പറഞ്ഞവൻ തിരിച്ചു ചിലപ്പോ ഇവന്റെ ഉമ്മാനെയും വാപ്പായും ചീത്ത പറയും. അപ്പൊ അത് സ്വന്തം ഉമ്മയെയും ഉപ്പയെയും ചീത്ത പറയാൻ അവർ കാരണക്കാരനായി. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മിനൽ കബായിർ, വൻപാപങ്ങളിൽപ്പെട്ട ഒരു സംഭവമാണ്, ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ വൻപാപങ്ങളിൽപ്പെട്ടതാണ്, അയസ്തസിബ്ബർ റജുലു ലിവാലിദിഹി, അതിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഒരാൾ സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയാൻ ഒരു കാരണക്കാരനാവുക. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാളെ ചീത്ത പറയുക, അല്ല അവന്റെ വാപ്പാക്ക് വിളിക്കുക, തിരിച്ചവൻ തിരിച്ച് ഇവന്റെ വാപ്പാക്ക് വിളിക്കുക, അങ്ങനെ മാതാപിതാക്കളെ ചീത്ത പറയാൻ ഒരു കാരണക്കാരനാവുക എന്നുള്ളതും
വൻപാപത്തിൽപ്പെട്ടതാണ് എന്ന് ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരന്മാരെ, ഇതൊക്കെ ഇത്രയും നമ്മൾ പറഞ്ഞത് മാതാപിതാക്കളെ അവരോട് എത്രത്തോളം നമ്മൾ ഇടപഴകണം, അതിൻ്റെ ഗൗരവം എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഹദീസുകളാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളിൽ നിന്നുള്ള അവരോട് തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ശിക്ഷ വാങ്ങുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത്. എപ്പോഴും അവരോട് നല്ല നിലക്ക് നമ്മൾ പെരുമാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അമ്മാ ബഅദ്. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ അനുസരണക്കേട് കാണിക്കുന്നതിനെ കുറിച്ചുള്ള ഹദീസുകളാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇനി ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്താൽ മാതാപിതാക്കളുടെ അനുസരണക്കേട് കാണിക്കുന്നതിൻ്റെ ഫലമായി അള്ളാഹുവിൻ്റെ ശിക്ഷ ദുനിയാവിലും അതോടൊപ്പം പരലോകത്തും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. സ്വഹീഹായ ഹദീസിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ കൊടുക്കുന്നത് കാണാം. അബൂ ബക്രത റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ദംബിൻ, ഒരു പാപവുമില്ല, അജ്ദറു, ഏറ്റവും അർഹമാക്കുന്ന ഒരു പാപമില്ല, അയ്യു അജ്ജല ലിസാഹിബിഹിൽ ഉഖൂബ, ഒരു മനുഷ്യന് ശിക്ഷ വളരെ പെട്ടെന്ന് ധൃതിയിൽ തന്നെ ദുനിയാവിൽ കൊടുക്കാൻ അർഹമാക്കുന്ന ഒരു പാപവുമില്ല. എങ്ങനെ ദുനിയാവിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ മഅമാ യുദ്ദഖറു ലഹു, അഥവാ അതിൻ്റെ ശിക്ഷ പരലോകത്തേക്ക് പിന്തിപ്പിച്ച് വെക്കുന്നതോട് കൂടെ ദുനിയാവിൽ ഒരു മനുഷ്യന് ഏറ്റവും വേഗതയിൽ ഏറ്റവും അർഹനാക്കുന്ന ഒരു പാപവുമില്ല. മിനൽ ബഗി, അതിക്രമത്തെക്കാളും, വഖതിഅത്തിർ റഹിം, കുടുംബബന്ധം മുറിക്കുന്നതിനേക്കാളും. അപ്പോൾ കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഉമ്മ വാപ്പനോടാ. അപ്പോൾ ഉമ്മയും വാപ്പയുമായിട്ട് ബന്ധം മുറിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ തന്നെ അവൻ അതിൻ്റെ ഫലം അനുഭവിക്കുകയും അതുപോലെ തന്നെ അവൻ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ബാക്കി പരലോകത്തും വെച്ച് അല്ലാഹു സുബ്ഹാനഹു തആല അടുക്കൽ നിന്ന് ലഭിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുള്ളതോ ജുറൈജ് അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം നിങ്ങൾ കേട്ടതായിരിക്കും. അപ്പോൾ അങ്ങനെ ദുനിയാവിൽ നിന്ന് തന്നെ ചിലപ്പോൾ മാതാപിതാക്കളുടെ പ്രാർത്ഥന ഫലമായി മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദുനിയാവിൽ തന്നെ അതിൻ്റെ ശിക്ഷ ഉണ്ടായേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ ഒരു ഹദീസിൽ, സലാസു ദഅവാത്തിൻ, 3 പ്രാർത്ഥനകൾ, മുസ്തജാബാത്തുൽ ലഹുന്ന, അവക്ക് വേഗം ഉത്തരം നൽകപ്പെടും, ലാ ശക്ക ഫീഹിൻ, അതിലൊരു സംശയവുമില്ല. ഒന്നെന്താ? ദഅവത്തുൽ മസ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന, വദഅവത്തുൽ മുസാഫിർ, ഒരു യാത്രക്കാരന്റെ പ്രാർത്ഥന. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വദഅവത്തുൽ വാലിദൈനി അലാ വലദിഹി, സ്വന്തം എതിരായിക്കൊണ്ട് മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം നൽകപ്പെടുമെന്നാണ്. അതാണ് ജുറൈജ് അദ്ദേഹത്തിന്റെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം. മാതാപിതാക്കൾ നമുക്കെതിരെ ശാപവാക്കുകളോ അള്ളാഹുവോട് നമുക്കെതിരായി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥകളോ നമ്മൾ ഉണ്ടാക്കി തീർക്കാൻ പാടില്ല. അതിന്റെ ഗൗരവം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം നമ്മൾ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ ദിനങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് നാളെ നമുക്ക് അറഫ നോമ്പ് വരാനിരിക്കുകയാണ്. അതിൻ്റെ പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യുകഫിറുല്ലാഹു ബിഹി അസ്സനത്തല്ലതി ഖബ്ലഹാ വല്ലതി ബഅദഹാ, വൻപാപങ്ങളിൽ നമ്മൾ വിട്ടുനിന്നാൽ നമ്മുടെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ചെറുപാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ചെറുപാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു തരുമെന്നാണ്. അപ്പോൾ ആ നോമ്പിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അമലുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഹക്കിൻ്റെ ആളുകളായി ജീവിക്കാനും ഹക്കിൻ്റെ ആളുകളായി മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم حوالينا ولا علينا، اللهم حوالينا ولا علينا، اللهم حوالينا ولا علينا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه وسلم.